എൻ്റെ പേര് ജഗൻ ആൻഡ്രൂ. ഞാൻ DTC എയർ കണ്ടീഷൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ്. ഞങ്ങളുടെ കമ്പനി ഏകദേശം ഒരു 10 വർഷമായിട്ട് നമ്മുടെ കേരള മാർക്കറ്റിൽ ഞങ്ങൾ ത്രൂ ഔട്ട് ഇന്ത്യ ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനെ കുറിച്ചാണ്. സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് കൺവെൻഷണൽ രീതിയിലുള്ള സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനും, അതല്ലെങ്കിൽ നമ്മൾ VRF ലേറ്റസ്റ്റ് എന്ന് പറയുന്നില്ല, ഒരു 12 years ആയിട്ടുള്ള ടെക്നോളജിയാണ്. VRF എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? സിംഗിൾ ഔട്ട്ഡോർ കണക്റ്റിംഗ് ടു മൾട്ടിപ്പിൾ ഇൻഡോർ യൂണിറ്റ്സ്. N number of യൂണിറ്റ്സ് നമുക്ക് കണക്ട് ചെയ്യാം. വിത്ത് കോപ്പർ പൈപ്പ് വഴിയാണ് ഇത് ചെയ്യുന്നത്. ഇൻവെർട്ടർ കംപ്രസറാണ്, അതുകൊണ്ട് തന്നെ പവർ കൺസപ്ഷൻ വളരെ കുറവാണ്. ഈ ഏത് ഇൻഡോർ യൂണിറ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഇൻഡോർ യൂണിറ്റിൻ്റെ പവർ എത്രയാണ് ഉപയോഗിക്കുന്നത് അത് മാത്രമേ ഔട്ട്ഡോർ എടുക്കുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കൺവെൻഷണൽ രീതിയിലേക്ക് വരുമ്പോൾ ഒറ്റ മെഷീനേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ റൂമുകളിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാർജ് സ്പേസിലേക്കോ കണക്ട് ചെയ്യും. നമുക്കൊരു റൂമാണ് നമ്മൾ അതിൽ ഓൺ ചെയ്യുകയാണെങ്കിൽ പോലും എൻറ്റയർ മിഷൻ ഫുൾ ലോഡിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് VRFൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റോ പവർ സേവിങ്ങോ കിട്ടുന്നില്ല. പിന്നെ VRFിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, VRF നമുക്ക് സോളാറിലേക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ കണക്റ്റിംഗ് ലോഡ് എന്ന് പറയുന്നത് 0% ആണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് VRF.